എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നൊരു ഒഴിവ് ദിവസാ. ഒഴിവ് ദിവസമായാലും റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പൊ അതൊന്ന് വീഡിയോയിലേക്ക് പകർത്തിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു ടെൻഷനാ. ഇന്നൊന്നും ചെയ്തില്ലല്ലോ, ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ കൈ കുറച്ച് മുറിഞ്ഞു. അപ്പോൾ അത് ദേ ഇങ്ങനെ മാറി വന്നു തുടങ്ങി കണ്ട. അപ്പോൾ കുറച്ചധികമായി ആ മുറിച്ചിൽ. പെട്ടെന്ന് മുറിഞ്ഞ പക്ഷെ നന്നായി പേടിച്ചു. പിന്നെ ബിന്ദു അപ്പോഴേക്കും വെള്ളമൊക്കെ കൊണ്ടുവന്ന് അപ്പോഴേക്കും ആശുപത്രിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ. ഞാൻ നന്നായി ബുദ്ധി പിടിച്ചു. അങ്ങനെ പിന്നെ ആശുപത്രിയിൽ പോകാനുള്ള പേടിയോണ്ട് ഞാൻ പോയില്ല. സ്റ്റിച്ച് ഇടവർ എൻ്റെ കാലുമ്മ ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ആദ്യം മുറിഞ്ഞിട്ട് എൻ്റെ കുട്ടനും അച്ഛനൊക്കെ കൂടി കൊണ്ടുപോയിട്ട് അവർ 4 സ്റ്റിച്ച് വെറുതെ. എന്തൊരു വേദനയാണെന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പം ഞാനത് പേടിച്ചിട്ട് ഞാൻ പോയില്ല. അപ്പം ഞാൻ അങ്ങനെ വെച്ച് അത് ഉണങ്ങി വന്നു തുടങ്ങി. ഇപ്പോൾ സമാധാനമായി. ജോലികളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. കടയിലേക്ക് പോക്കും കടയിലത്തെ കുക്കിങ്ങും വെക്കലും പാത്രം കഴുകലും ഒക്കെ ഞാൻ എൻ്റെ പണികൾ ഞാൻ തന്നെ ചെയ്തു. അങ്ങനെ അത് ഉണങ്ങി വന്നു, സമാധാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ നേരം പോകാണ്ടൊക്കെ ഇരിക്കില്ലേ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു പണിയില്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചെയ്യണ പോലെ കുറേ ഇങ്ങനെ വലിച്ചു നീട്ടിയൊന്നും കൊണ്ടുപോകണ്ട. നമ്മളൊരു വീഡിയോയിൽ അങ്ങനെ വലിച്ചു നീട്ടി എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു ദിവസം അങ്ങനെ, മിക്കതും അങ്ങനെയാണ് എൻ്റെ വീഡിയോകൾ, ഒരു ദിവസം അങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊന്നും വേണ്ട. കുഞ്ഞു കുഞ്ഞേ ഷോർട്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് കാണുമ്പോൾ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തന്നെ കാണാമല്ലോ. അത് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ കാണുകയും ചെയ്യും. കണ്ടാൽ പിന്നെ അതിൽ നിന്ന് ഇത്തിരി ഇങ്ങനെ ചില്ലറ ചിലപ്പോൾ കിട്ടും. അതൊന്നും അതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. എങ്ങനെയാന്ന് യൂട്യൂബിൽ എനിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി അത് കിട്ടുമ്പോൾ നല്ല സന്തോഷമല്ലേ നമുക്ക്. എനിക്ക് നല്ല സന്തോഷമാണ്. നമ്മൾ സമ്പാദിച്ച ഒരു ഇത്തിരി പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ അത് നല്ല സന്തോഷമാണ്. അപ്പോൾ പിന്നെ വെറുതെ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെ നല്ല രീതിയിൽ മറ്റുള്ളവർ വേണമെങ്കിൽ സിമ്പിളായിട്ട്, ചിലവർക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, അമ്മല്ല കിട്ടാവുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുന്നു എന്ന് പലരും വന്ന് എന്നോട് പറയാറുണ്ട്. കടയിലൊക്കെ വന്ന് കുട്ടികൾ, അമ്മ ചെയ്യുന്ന കുക്കിംഗ് ഒക്കെ ഇല്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങളിൽ ഓരോരുത്തരുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഒന്ന് വന്ന് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാനില്ല അവർക്കും. ഈ കമൻ്റ് എഴുതി ചിലർ ബാഡാണ് അതാണ് ഇതാണെന്നൊന്നും ഇതൊന്നും ആ സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കാം. എന്നിട്ട് വല്ലവരും ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്ത് നന്നായിട്ടാ എന്ന് പറയുമ്പോൾ നല്ലതല്ലേ, നമുക്ക് ഒരു ഗമ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കുക. ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ പറയുന്ന എനിക്ക് നല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ഉണ്ടാവുന്ന ആളാണ് കേട്ടോ. എനിക്ക് അതെങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ മക്കൾ മാറ്റിയെടുക്കും. പറഞ്ഞു തന്ന് പ്രത്യേകിച്ച് എൻ്റെ മാളു ഓരോന്നും പറഞ്ഞു തന്ന് അത് മാറ്റിയെടുക്കും. അങ്ങനെയാണ് അമ്മ, അങ്ങനെയാണ്. ആള് കുറേ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും. അതങ്ങനെയാണല്ലോ, ഇങ്ങനെ ഒരു ചങ്ങലയായിട്ട് കിടക്കാനുള്ളത്. ഓരോരുത്തരോട് പറയാൻ നല്ല സുഖമല്ല. അവൻ്റെ മാറ്റം വേറെ ആളുണ്ടാവും, അവർ മാറ്റി കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇത്തിരി വിട്ടു നിൽക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ പറ്റും. ആടിനെ വളർത്തുന്ന കാലത്തും പശുവിനെ വളർത്തുന്ന കാലത്തൊന്നും എനിക്ക് ടെൻഷൻ ഓർക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാലേ ഒന്നും ചെയ്യാനുള്ള ഇഷ്ടം ഉണ്ടാവില്ല നമുക്ക്. അത് അങ്ങനെയും കൂടിയുണ്ട്. ഒരു പ്രസരിപ്പ് ഉണ്ടാവില്ല നമുക്ക്. ഒരു വീഡിയോയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ തന്നെ നമുക്കൊരു നമ്മളുടെ മുഖത്തിനുണ്ടാവുന്ന ആ പ്രസരിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് വരുത്താൻ ചിലപ്പോൾ അതൊരു ജാടയായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കണം അങ്ങനെ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൊക്കെ പല കുട്ടികളും പറയാറുണ്ട്, അമ്മയ്ക്ക് ഇന്നൊരു ഉഷാറില്ലല്ലോ എന്ന്. അവരെന്നും കാണുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഉഷാറ് കുറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അമ്മ ഇന്ന് നല്ല ഹാപ്പിയാണല്ലോ, അങ്ങനെയും പറയുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മക്കളോടോ ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ ഈ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഇത്തിരി വയസ്സായവർക്കോട് ചിലപ്പോൾ അത് അറിയാതിരിക്കുക. അപ്പോൾ അവരോട് പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇരുട്ടെ, മക്കളൊന്നത് എന്തൊക്കെയാ ഈ വീഡിയോയിൽ വരേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊന്നും അങ്ങോട്ട് ഇട്ടേ. അമ്മ ഇന്ന് അത് ചെയ്യാം, അമ്മ ഇന്ന് ഇത് ചെയ്യാം, അത് പിടിക്കാം, ഇത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അങ്ങോട്ട് അവർക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ. അപ്പോൾ അവരെ കൂടെ ഒക്കെ പറഞ്ഞ് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടന്നെയാണ് നിങ്ങൾ കാണുന്ന ദിവസമൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫുഡ് പലഹാരങ്ങളിൽ വെച്ചിട്ട് ചോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
അത് കഴിഞ്ഞിട്ട് പിന്നെ പുട്ടും പഴവും അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ 2 പഴം എടുത്ത് കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട് തന്നെ, അതൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ തകൃതിയായിട്ട് നടക്കാം. വേറെ കുറച്ച് പണികളുണ്ട്, അതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ തുടക്കം അങ്ങോട്ട് തുടങ്ങിയാലോ. എൻ്റെ ഏത് പാട്ടുപാടിയാലേ ഒരേ രീതിയാന്ന് പറയും എൻ്റെ മക്കൾ. ഏത് പാട്ടുപാടിയാലും നമുക്ക് ഒരു രീതിയാണ്. പക്ഷെ എനിക്ക് എന്നാലും ഞാൻ പാടുട്ടാ, എനിക്കിഷ്ടമാണ് പാടാൻ. പാടാനല്ല, പാടുന്നവര്. അപ്പോൾ ദേ നല്ല കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ദേ പുട്ട് വെന്തിറങ്ങി. പക്ഷെ അധികം പുട്ട് തിരി ആക്കിയാലും അധികമാവും. അത് തിരി ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. കടയിലൊക്കെ കുറേ ഉണ്ടാക്കി അത് ശീലായി. ഇപ്പോൾ ഒരെണ്ണ ആവശ്യമുള്ളൂ, പക്ഷെ അത് 2 കഴിഞ്ഞിട്ടും ബാക്കിയാ. നീ ഇതിൽ കുത്തി നിറക്കും ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി വെക്കണ്ടേ. അപ്പം അതിങ്ങനെ മോള് വരെ ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവൂല്ലേ എൻ്റെ പോലെ. പുട്ടിങ്ങനെ കൂമ്പാരം പോലെ. എന്നിട്ട് വേവിട്ടറാ, ഞാവി വരില്ലാവോ കുത്തി നിറച്ചിട്ട്. ഇരട്ടിപ്പണിയാവും ചിലപ്പോൾ. ഇരട്ടിപ്പണി എടുക്കാൻ ഏറ്റവും എടുക്കത്തിയ ഞാൻ. അപ്പം അതിൻ്റെ അത് കഴിഞ്ഞു. അപ്പം നമുക്ക് പുട്ട് കഴിക്കാനുള്ളതായി. വെള്ളല്ലേ, നല്ല ഞാലിപ്പൂവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അതിനെ കൂട്ടി നമുക്ക് നല്ല ബ്രൂൾ 1 രൂപയുടെ ചെറിയ പാക്കറ്റ് അവിടെ മാളുവിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ 2 പാക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ലേശം ഇട്ടിട്ട്, പാൽക്കാപ്പി എനിക്ക് ഇഷ്ടമല്ല, അത് കാരണം പാല് ഇഷ്ടമാണ്. ഉച്ച തിരിഞ്ഞൊക്കെയാണെങ്കിൽ കുടിക്കും, കുറച്ച് ബ്രൂ മാത്രം ഇട്ടിട്ട് പാലിലിട്ടിട്ട് ചിലപ്പോൾ കഴിക്കും. ഈ കാലത്തൊന്നും കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല, അതാ. അപ്പം ഞാൻ പഴം എടുക്കട്ടെ. ഇതാണ് ഇന്നലെ കൊണ്ടുവന്ന പഴം. എൻ്റെ മക്കൾ ചോദിക്കും, ഇത് എന്തിനമ്മ ഈ 2 പഴം കൊണ്ട് പോകണമെന്ന് ചോദിക്കും. കടയിലത്തെ കുട്ടികളെ 2 അച്ഛന് 2 എനിക്ക്, അങ്ങനെയാണ് കണക്ക്. അത് കൊണ്ടുവരുള്ളൂ. ഇത് പിന്നെ അധികം കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ചീച്ച് കളയുണ്ടല്ലോ. അപ്പോൾ അത് ആ 4 പഴമായാലും ഇപ്പോൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോഴതിൻ്റെ ഇതറിയുള്ളൂ. അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് ഇവിടെ വെച്ച് ചീച്ച് കളയാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കടയിൽ നിന്ന് ഒരു സാധനങ്ങളും ഞാൻ അനാവശ്യമായിട്ട് എടുത്തുകൊണ്ടില്ല. ആവശ്യത്തിന് എടുത്തുകൊണ്ട് ഞാൻ എന്നെ മടിക്കല്ല. ഇത് ഇവിടെ ചിലപ്പോൾ എനിക്ക് ഞാൻ അവിടെ നിന്ന് 2 തക്കാളിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ ഞാൻ അത് ശാന്തേച്ചിക്ക് കൊടുക്കുക ചെയ്യുക. അത് ഇവിടെ വെച്ച് ചിലപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടാവില്ലേ. അപ്പം ഞാൻ 2 എടുത്തുകൊണ്ട് വന്നത്, അത് ആവശ്യമില്ലെങ്കിൽ ഞാനത് നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉണ്ണിമോൻ ചേട്ടൻ്റെ കടയിൽ പോയി അച്ഛനെ കൊണ്ട് മേടിപ്പിക്കും. അങ്ങനെയാണ്. ഈ പൂരത്തിന് ചുരുക്കം പറയുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ ഞാൻ അപ്പുറത്ത് വിലയേതട്ടം വന്നപ്പോൾ 2 എടുത്തു കൊടുത്തു. ഇപ്പുറത്തുനിന്ന് ഇനി പിന്നെ ഒരാൾ വന്നപ്പോൾ ഇവിടെ രാത്രി ആയില്ലോ എന്ന് ചോദിച്ചിട്ട് ആൾ എടുത്തു കൊടുത്തത്. പക്ഷെ അപ്പോഴേക്കും വേറെ ആൾക്കാർ വന്നിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പം ഞാൻ ചാദ്യച്ചിരുന്നു 2 മേടിച്ചിട്ടാണ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തത്. ഉണ്ണിമോൻ്റെ കടയിലേക്ക് പോകാൻ ആരും ഉണ്ടായില്ല. അത് കാരണം അപ്പം ശാന്തേച്ചിരിയിൽ ഉണ്ടായിരുന്നു. ഇത്തിരി ഫ്രിഡ്ജിലിരുന്നിരുന്നേ ഇങ്ങനെ ഇതാവും. നമ്മളാണെങ്കിൽ നല്ല ഫ്രഷ് സാധനങ്ങൾ ഉപയോഗിച്ച് അങ്ങനത്തെ കാണുമ്പോൾ നീരും ഉണ്ടാവില്ല. അങ്ങനെ എന്നാലും ഉപകാരത്തിന് അത് തരും കേട്ടോ. എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരും. നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ റോസ്ലേൻ്റിയുടെ കയ്യിലുണ്ടെങ്കിൽ റോസ്ലേൻ്റി കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ്. അപ്പം നശിപ്പിച്ച് കളയണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കുട്ടികളോട് ഞാൻ പറയും, 2 പഴം ആവശ്യമുള്ളൂണ്ണിയെ, അതല്ലോ. അതിനെ ഇപ്പം 2 അച്ഛനില്ലാത്ത കാരണം 2 ബാക്കിയാണ്. എന്നാലും വൈകുന്നേരം ഞാൻ വരുമ്പോൾ അച്ഛനും കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പരിപ്പ് ഒന്ന് അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. വളരെ 2 മണി പറഞ്ഞ പോലെ വളരെ കുറവ് പരിപ്പാണ് നമുക്ക് ആവശ്യമുള്ളേ. 2 ആൾക്കൊക്കെ കറി വെക്കാന്ന് പറഞ്ഞാൽ അതും വേണം ഒന്ന് പഠിക്കുക. കളയാണ്ട് കൃത്യതയോടുകൂടി വെക്കണ്ടേ.
അത് വേവട്ടെ. അപ്പോഴേക്കും കഷ്ണം ഒന്ന് നുറുക്കിയെടുത്താലാ. കഷ്ണം എന്ന് പറയുന്നത് എന്താ ചോദിച്ചാലേ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ഇരുമ്പമ്പുളിനെ ഒഴിവാക്കുന്ന പരിപാടി ഇല്ല. ഇരുമ്പമ്പുളി ഉണ്ടെങ്കിൽ അതിടും പരിപ്പ് വയ്ക്കുമ്പോൾ. എന്തൊക്കെ കറി വയ്ക്കായാലും ഞാൻ അതിൽ 2 ഇരുമ്പമ്പുളി ചേർക്കാറുണ്ട്. ഇരുമ്പമ്പുളി നമ്മുടെ ഒരു വളം ഇടാണ്ട് ഉണ്ടാവണതല്ലേ. പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഉണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാടെ തൊലി കളഞ്ഞ അതും. പണ്ടൊന്നും കൂട്ടാൻ വയ്ക്കാനായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല എന്ന്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഉള്ളത് അങ്ങോട്ട് എടുക്കും, അത് അങ്ങോട്ട് വെക്കും, അത്ര തന്നെ. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തോട്ടാ. എന്നിട്ടാ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സബോളയും ഒരു തക്കാളിയൊക്കെ ഉള്ളോ. പിന്നെ ചേമ്പുന്തണ്ട്, പപ്പക്കായ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു കഷ്ണം ഇട്ടിട്ട് ഒരു കൂട്ടാൻ വയ്ക്കുക. അതന്നെ കറിയായില്ലോ. പിന്നെ 2 ഉള്ളി. അത് ഇന്നലെ 2 ഉള്ളി അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതാ. എന്തെങ്കിലും ഉള്ളിയുടെ ആവശ്യം ഉണ്ടായാലെങ്കിലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ആ ഉള്ളി ഇതിലിടാൻ എന്തായാലും. ഞാനതുപോലെ തന്നെയാണ് കേട്ടോ കടയിൽ. ഒരു സാധനം അങ്ങനെ വേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് ഇടാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ പറയും അവരോട്. അല്ലെങ്കിൽ ഞാനിരുന്ന് ക്ലീൻ ചെയ്യും. അവർക്ക് വേറെ തിരക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ വൃത്തിയാക്കി വെക്കും. കസ്റ്റമേഴ്സിന് നല്ല വൃത്തിയുള്ളതല്ലേ വേണ്ടേ. അവർ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അത്ര പൊട്ടയൊന്നും അവർ വാങ്ങിക്കാൻ നിൽക്കില്ല. വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഏറ്റവും നല്ലത് വേണം. അത് അവരുടെ പോളിസി അതാണ്. അപ്പോൾ അവരത് ചെയ്തോട്ടെ. അവർ കാശ് തന്നിട്ടല്ലേ കൊണ്ടുപോകണം. എന്നാലും നമ്മൾ ചീറ്റല്ലടാ. എന്നാലും നമ്മൾ പറയും ഇതിന് വില കുറവുണ്ട് കേട്ടോ, തിരി വാങ്ങിച്ചോ എന്ന് പറയും. അപ്പം ചിലർ എന്നാൽ അതെടുത്തോ എന്ന് പറയും. അപ്പോൾ നമ്മൾ 1 കിലോ കൊടുക്കണോട് ചിലപ്പോൾ 1.5 കിലോനായാലും ഇത്തിരി വില കുറവിനാന്ന് വിചാരിച്ചാൽ, ഇത്തിരി മോശമാണെന്ന് വിചാരിച്ചാൽ നമ്മളങ്ങനെ വിറ്റുപോകും. അങ്ങനെയൊക്കെയാണ് കടയിലത്തെ കാര്യങ്ങൾ. തീരെ പറ്റാത്തതാണെങ്കിൽ നമ്മൾ വേസ്റ്റിലേക്ക് ഇടും. പച്ചക്കറിയല്ലേ, മറ്റുള്ള സാധനങ്ങൾ പോലെയല്ലല്ലോ. ഫുഡിൻ്റെ ഐറ്റവും പച്ചക്കറിയുടെ ഇതും ഒക്കെ നടത്തുന്നവർക്ക് അങ്ങനെയാണ്. അന്നാന്ന് വിറ്റ് പോയില്ലെങ്കിൽ നഷ്ടം തന്നെയാണത്. ഏറി വന്നാൽ ഒരു ദിവസം കൂടി വേണമെങ്കിൽ വെള്ളമൊക്കെ തെളിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇത്തിരി വില കുറവിന് ഒക്കെ കൊടുത്ത് വിറ്റ് അവസാനിപ്പിക്കാൻ പറ്റും. അല്ല അതിൽ വിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളയന്നെ വേണം. അപ്പോൾ തക്കാളിനെയൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞെടുത്ത് അരച്ചൊഴിക്കണമൊന്നുമില്ല. അരച്ചൊക്കെ ഒഴിക്കാൻ നിന്നാൽ നമുക്ക് ഭയങ്കര കൂടുതലാവും. അപ്പോഴേ നമ്മുടെ വേപ്പിൻ്റെ കടയ്ക്ക് നിറയതേ കണ്ട ഇങ്ങനത്തെ തൈക്കളാ. അച്ഛങ്ങനെ ചെത്തി ഇങ്ങനെ കളഞ്ഞാൽ അതിങ്ങനെ പൊടിച്ച് തഴച്ച് ഇങ്ങനെ തൈയായിട്ട് നിൽക്കുക. കണ്ട നല്ല ഭംഗിയിൽ കണ്ട തൈ ഞാൻ വെട്ടിക്കൊണ്ടുവന്നതാ കണ്ട. അപ്പൊ പണ്ട് എന്ന് പറയുന്നത് നമുക്ക് വേപ്പിൻ്റെ ഇലയൊക്കെ ഭയങ്കര ക്ഷാമം. ഇപ്പൊ നിറയെ വേപ്പാ. അവിടെ ഒരു വേപ്പ്, ഇവിടെ ഒരു വേപ്പ്, ഇവിടെ ഒരു വേപ്പ്. ഇടയ്ക്കിടയ്ക്ക് വെട്ടി ഞാൻ നിറയാവുമ്പോൾ കടയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെക്കും. തീരെ ടൈറ്റ് വരുന്ന സമയത്ത് മോൻ പറയാ അമ്മ വേപ്പിൻ്റെ ഇല നീ വെട്ടിക്കോട്ടാന്ന്. അപ്പോഴേ ഞാൻ വെട്ടിക്കൊണ്ടുപോകണല്ലോ. പുറത്തുനിന്ന് കൊണ്ടുവന്ന വേപ്പിൻ്റെ ഇല ഇത്തിരി ഉണങ്ങിപ്പോയാലും ഞാൻ വിചാരിക്കും എന്നാലും പോകുമ്പോൾ വിഷമാണ് എങ്കിലും. പക്ഷെ ഇവിടുന്ന് വെട്ടിയോടെ വേപ്പിൻ്റെ ഇല ഉണങ്ങി പോകുമ്പോഴേ എനിക്ക് അയ്യോ, ഞാൻ ആവശ്യത്തിന് മാത്രം പൊട്ടിച്ചെടുക്കുള്ളൂ. എന്തോരുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാ. അതിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടാ. അടുത്തത് നമ്മുടെ ഉപ്പേരി വെക്കാനുള്ളത് നുറുക്കിയെടുത്താൽ നമുക്ക്. ഇപ്പം ഇതിലേക്കേ 2 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താലേ മുളകൊക്കെ പിന്നെ വളരെ കുറവാണ് ചേർക്കണ്ടേ. പച്ചമുളകില്ലാത്തൊരു പരിപാടിയില്ലല്ലോ. കടയിലായാലും എൻ്റെ ബിന്ദു പറയും അമ്മയ്ക്ക് പച്ചമുളകാണ് മുളകും പൊടി ഉപയോഗിക്കൽ കുറവാ അമ്മ എന്ന് പറയും എപ്പോഴും ഉണ്ടാവും.
ബിന്ദു ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ ജോലിക്ക് വരുന്ന കുട്ടിയാണ് കേട്ടാ. അത് ആരമ്മ ഈ ബിന്ദു ബിന്ദു എന്ന് ചോദിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഒരു നാടൻ മുളക് എടുത്തിട്ടുണ്ട്. അപ്പം അത് എരിവ് ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പം അത് ശരിയായില്ലേ. ബാക്കി നമ്മുടെ കൂർക്കേനെ നമുക്ക് നന്നാക്കി എടുക്കാം. ഞാൻ കുറച്ച് കൂർക്ക് എടുത്ത് കൊടുത്താൽ കുറേ ദിവസമായി കൂർക്കുപ്പേരി കഴിച്ചിട്ട്. അപ്പോൾ കടയിൽ ഞാൻ ഈ കൂർക്കുപ്പേരി മാത്രമാണ് വെക്കാത്ത. എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പക്ഷെ അത് വെക്കാനുള്ള സമയം എനിക്കുണ്ടാവില്ല. ഇനി നാളെ എങ്ങാനും പോയിട്ട് വേണം. ഉച്ച തിരിഞ്ഞ് നേരം കിട്ടുകയാണെങ്കിൽ കുറച്ചൊന്ന് നന്നാക്കി വെച്ചാൽ അവർക്ക് കഴിക്കാമല്ലോ. ഞാൻ അവർക്ക് എല്ലാ കറികളും എന്നോട് ചിലവരൊക്കെ വന്നിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോഴേ എന്ന് ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ പറയൂട്ടാ അമ്മയ്ക്ക് ഒരുപാട് പുണ്യം കിട്ടൂട്ടാ. കാരണം അവർക്ക് ഈ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കല്ലേ എപ്പോഴും. അപ്പം ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഒരാളെ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാനങ്ങനെ ഒരാൾക്ക് ജോലിക്കാർക്ക് വെച്ചുണ്ടാക്കണതാണെന്ന് വെച്ചിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് ഞാൻ നല്ലതാക്കിയിട്ട് തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കാം. ഇത് വെച്ചിട്ടുണ്ട്, കൂർക്കടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് വെന്തു. പിന്നെ പരിപ്പ് തേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ അതിലിട്ടു. സാമ്പാർ പൊടി ഇല്ലാത്ത കാരണേ ഞാൻ കുറച്ച് രസത്തിൻ്റെ പൊടിയായിട്ട് ഇടുന്നു. കാരണം എന്താ വെച്ചാൽ സാമ്പാർ പൊടി നോക്കിയിട്ട് കാണാനില്ല. സാമ്പാർ പൊടിയുള്ളൊരു സാമ്പാർ പൊടി ഇടാം കേട്ടാ. അല്ലെങ്കിൽ വെറുതെ മല്ലിപ്പൊടി അല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പുളി പിഴിഞ്ഞ് വെച്ചാലും മതി. ഇത് ഒരു തുണ്ട് കാശ്മീരി ചില്ലിയും ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടുക. കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിനുള്ളത് ഒഴിക്കുക. തീരെ കട്ടിയാവാൻ പാടില്ല. കണ്ട അപ്പോൾ ഇത് ഇത്ര കട്ടിയുണ്ട്. ഇനി അത് തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി കട്ടി കുറയുക ചെയ്യുക. പിന്നെ വറ്റിച്ചാൽ ആ കട്ടി വരുള്ളൂ. അപ്പോൾ അതൊന്ന് കത്തിക്കുക. ഒരു വിസിൽ, ഒറ്റ വിസിൽ മതി. അപ്പം അത് റെഡിയാവും. അപ്പം ഞാൻ 2 ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ഇതിലേക്ക് ഊർക്ക കാച്ചാൻ ഉള്ളി വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല ചതച്ചിട്ടതാട്ടോ ഞാൻ. അപ്പം അത് മതി. ഇതിൽ കുറച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ സാമ്പാർ രസപ്പൊടി ഇട്ട സാമ്പാർ ഇതിലേക്കാണ്ട് ഒഴിക്കുക. നല്ല കൂർക്കുക കേട്ടാ. നല്ല കട്ടിയുള്ള കൂർക്കുക. പിടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്. കൈയൊക്കെ വേണ്ട കൂർക്ക നന്നാക്കി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. ചൂട്ടോടെ എടുത്ത് വായിലിട്ടു. ഭയങ്കര ഗ്യാസാട്ടാ ഈ കൂർക്ക. എനിക്ക് ഉരുളക്കിഴങ്ങൊന്നുമല്ല കൂർക്കയുടെ അടുത്ത്. കൂർക്കയാണ് എനിക്ക് അപകടകാരി. ഞാൻ എന്നാലും കഴിക്കൂട്ടാ കുറച്ചൊക്കെ. എന്നിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വിഴുങ്ങി കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് കുടിക്കും. അതുകൊണ്ട് മാറാറില്ലാത്തവർ പിന്നെ കഴിച്ചിട്ട് വേറെ കുറേ മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. മാറുന്നവർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊക്കെ കഴിക്കുക ഗ്യാസുള്ള സാധനങ്ങളായാലും. അപ്പം കൂർക്ക അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടാ. കുറച്ച് മിളക ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുമില്ല. പച്ചമുളക് ഇടാത്ത കറികൾ എൻ്റെ വളരെ ചുരുക്കമാണ്. ഇനിയപ്പോൾ നമ്മുടെ ഈ ചട്ടി ചാറ് കൂട്ടാൻ ഒഴിക്കാനുള്ള ചട്ടി ശരിയല്ല. അയ്യോ കാപ്പിപ്പൊടി ഒക്കെ ഒരേപോലത്തെ പാത്രമായിട്ടേ നല്ലോണം ചൂടായാലായി ചട്ടിയിലിട്ടാൽ കടുക് പൊട്ടുള്ളൂ. ഇങ്ങനത്തെ ചട്ടികളൊക്കെ വെച്ചാലേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ഞാൻ 2 മണി ഇട്ട് നോക്കിയതാ പൊട്ടുന്നു. കുറേ സമയം എടുക്കും, അതെന്നെ ബുദ്ധിമുട്ട്, അല്ലാണ്ടൊന്നുമല്ല. മറ്റേതാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിങ്ങിന് പോവാം പണി കഴിച്ച്.
ഭയങ്കര സ്ലോവാ. നല്ല കട്ടിയുള്ള കറി കേട്ടാ, നല്ല ടേസ്റ്റാണ്. അത് രസപ്പൊടി ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടാ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. കണ്ടാ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നല്ല കറിയാന്ന്, നല്ല മണവും. ഞാൻ കായൊന്നും പിന്നെ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാതെ. നല്ല കടുമാങ്ങ ചേച്ചി കൊണ്ടുവന്ന എൻ്റെ ചേച്ചി. അപ്പോൾ ചുങ്ങി കിടന്നിട്ട് കണ്ട, അതിങ്ങനെയായി കടുമാങ്ങ കണ്ട, ഇത്തിരി വലിയതാ. അപ്പം അത് ഞാൻ 2 എടുത്ത് മുളകിടട്ടെ. വായിന്ന് വെള്ളം വരികയല്ലേ അത് കാണുമ്പോൾ. ഞാനൊരു കടിച്ച് കാണിച്ചു തരാം കേട്ടാ. പ്രഷറിൽ വരണമെങ്കിൽ അടിച്ചു പോവും. അപ്പോഴേ അത് കുഞ്ഞിതാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക. ഈ അണ്ടിയൊക്കെ എടുക്കാം, ഒരു കയ്പരസമൊക്കെ വന്നോട്ടെ കേട്ടാ, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് തന്നെ ഇടുന്നുണ്ട് ഞാൻ, കളയണമൊന്നുമില്ല. അപ്പോൾ അതുണ്ട്, 2-3 മിളകുണ്ട്, 2 ഉള്ളിയുണ്ട്, 2 വേപ്പലയുണ്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാങ്ങ ചതക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി പല ആൾക്കാരും പല രീതിയിലൊക്കെ ആവും ചതക്കുക, അതൊന്നും നമുക്കറിയില്ല. നമ്മൾ എങ്ങനെയാണ് ചതക്കിന്. എന്നിട്ട് മിക്സിയിലൊന്നും ഇടാൻ പോയില്ല, ഇതിൽ തന്നെ ഇട്ട് അങ്ങോട്ട് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. അധികം അങ്ങനെ അരയുമ്പോൾ രസമല്ലേ, ഒരു മീഡിയ പാടുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇടുക കേട്ടാ. ഇതൊന്നും അധികം ആവാൻ പാടില്ല കേട്ടോ, അധികം ആയില്ലെങ്കിൽ ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് ശേഷം മാറ്റി മാറ്റി ഒക്കെ ഒരുമിച്ചിട്ട് ചതക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷെ ഇവിടെ ഒരലിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇടാൻ പറ്റില്ലേ, അതാ. ഉപ്പ് പിന്നെ വേണ്ടല്ലോ, ഉപ്പ് വേണ്ട, അതിലധികം ഉണ്ടായില്ല. അപ്പം നമ്മൾ ഉപ്പുമാങ്ങ ചത കഴിഞ്ഞു കേട്ടാ. ഇനിയൊക്കെ കൂടി ഒന്ന് അങ്ങോട്ട് തിരുമ്മി കൂട്ടാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നന്നായി ഒന്ന് ഉടച്ച് കൂട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ അപ്പോൾ തൂശനില മുറിച്ചു വെച്ച് തുമ്പപ്പൂച്ചോറു വിളമ്പി ആശിച്ച കറികളെല്ലാം കരുതി വെച്ചല്ല നിരത്തി വെച്ച്, തെറ്റിപ്പോയിട്ടാ. അപ്പോൾ അതേ അതിലേക്ക് കഞ്ഞിയാണ്, കഞ്ഞി പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് എനിക്ക് ആവശ്യമുള്ളത് എടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത്തിരി നിറച്ചിട്ട് കഴിഞ്ഞാലേ ഞാൻ പെടും, കഴിക്കില്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ അസൽ സാമ്പാറുണ്ടല്ലോ നമ്മുടെ, അതങ്ങോട്ട് ഒഴിച്ചു.
വെണ്ടക്കായ എവിടെ നിന്ന് വന്നമ്മേന്ന് ചോദിക്കും. ഞാൻ ലാസ്റ്റ് പൊട്ടിച്ചിട്ടതാട്ടാ നമ്മുടെ അവിടെ നിന്ന് 2 വെണ്ടക്കായ. അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ല ഇത് വെക്കുമ്പോൾ. അപ്പം സാമ്പാർ ഒഴിച്ചു. പിന്നെന്താ നമ്മുടെ കൂർക്കുപ്പേരി അങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ മാങ്ങ ചതച്ചത്, പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് 2 എണ്ണം കണ്ട ഇത് വെച്ചു. പിന്നെ പപ്പടവും 2 എണ്ണം ഉണ്ട് കേട്ടാ. ഇതൊക്കെ ഞാൻ തിന്നൊന്നുമില്ല, നിങ്ങളത് ചോദിച്ചു ഇതൊക്കെ അമ്മ തിന്നുമോന്ന് വിചാരിക്കണ്ട. അത് വെച്ചു. പിന്നെ നമ്മുടെ നല്ല മാങ്ങച്ചാറുണ്ട്, അതും ഇട്ടു. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ. ചോറും മുഴുവനായിട്ടും അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഈ ഒരു മിളക്, പിന്നെ പപ്പടവും 2 മിളകും ബാക്കിയില്ല കേട്ടാ. അത് തിന്നാൻ പറ്റിയില്ല കേട്ടാ. ബാക്കിയൊക്കെ ഞാൻ തുടച്ച് വടിച്ച് ഒക്കെ അവസാനിപ്പിച്ചു. അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിന്. നല്ല ഇഷ്ടമായി എനിക്ക്. പിന്നെ എനിക്ക് ഒരു കുറവ് തോന്നി, ഒരു നല്ലൊരു മീൻ വറുത്തതും കൂടി നീ സൂപ്പറായേനെ അല്ലേ? നിങ്ങൾക്കും അത് തോന്നിയില്ലേ? അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കും. അപ്പോഴേക്കും അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് വേണം, നമുക്കൊരു പ്രധാനപ്പെട്ടൊരു പണിയുണ്ട്. വീടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വല്ലാണ്ട് ഇങ്ങനെ ഒരു കഴുക്കോല് ഇങ്ങനെ വിട്ട് നിൽക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടാ, കിടന്നു കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പം അച്ഛൻ വേണം ഇനി. അപ്പോഴേക്കും അച്ഛൻ വരും. അപ്പോൾ നമുക്ക് അപ്പം തുടങ്ങാൻ. കാട് പിടിച്ചിങ്ങനെ നിന്നിട്ട് ഒരു പൂവുണ്ടാവണില്ലേ? വെട്ടോത്തി എടുത്താ. അപ്പോൾ നമ്മുടെ അച്ഛൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഹായ് പറഞ്ഞേ. പണിക്ക് പോയിരിക്കായിരുന്നു, വാർക്കയായിരുന്നു. എവിടെയായിരുന്നു വാർക്ക? മൈസൂർ അല്ലല്ലോ, വേലൂപ്പാടല്ലേ? മൈസൂരിന്നാ പറയാ സ്ഥലത്തിന്. അപ്പം എൻ്റെ മുകളിലത്തെ വശമ്പള ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുള്ളതാ. അതിപ്പോൾ കാടായി. അപ്പം അതൊന്ന് വെട്ടാന്ന് വിചാരിച്ചിട്ടാ. ഇടയ്ക്കിടയ്ക്ക് വെട്ടി വെടുപ്പാക്കിയില്ലെങ്കിൽ ഭയങ്കര കാടാവും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. മുള്ളില്ലാത്തതാ കടലാസ് ചെടി അല്ല ചേട്ടാ? അത് കാരണം പിന്നെ വെട്ടാൻ ബുദ്ധിമുട്ടില്ല. അത് അത് മുഴുവനും വെട്ടി കഴിച്ചു കേട്ടോ അച്ഛൻ. ഒരു ചട്ടി ഞാൻ അവിടെ തന്നെ വെച്ച് കുഴിച്ചിട്ടു കേട്ടോ. അതും കൂടെ എടുക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ കുറ്റിയോളുമ്പോൾ വെച്ചതാ ഞാൻ. പഴയ ചട്ടികളാ, എന്നാലും ഇതൊക്കെ മാറ്റാറായി. എന്നാലും ചെടികളൊക്കെ ഒന്ന് തീരെ മോശമായ പൊട്ടിയിട്ടൊന്നുമില്ലേ, പൊട്ടണവരായി തന്നെ ഇരിക്കട്ടെ. ചെടിയൊക്കെ ഉണ്ടാവുമ്പോൾ ചട്ടി കാണില്ല. ചെടി ഇങ്ങനെ വലുതായി വലുതായി വരും. ഇത് പെറ്റൂണി എനിക്ക് സാവിത്രി ചേച്ചി തന്നതാട്ടാ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിടിക്കാനായിട്ട്. എന്നാലും ഓരോ തണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഞാൻ വെച്ച് നോക്കുകയാണ്. നല്ലൊരു ഭംഗി ആ സാവിത്രി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്നത് കാണാൻ എന്നാ. അപ്പോൾ ആ ഭംഗി കാണുമ്പോൾ പിന്നെയും വെക്കില്ലേ തുനിയെന്ന് വിചാരിച്ചാലും പിന്നെ ഒന്നും കൂടി നമുക്ക് വെക്കാൻ തോന്നും. ചെടിയോടുള്ള ഇഷ്ടം കാരണേ. സാവിത്രി ചേച്ചി പറയുന്നേ ഒക്കെ പോവാ മോളെ, വെള്ളപ്പാറ്റാന്ന്. ചോപ്പലായിട്ടുള്ള ഈ ചെടി നമ്മുടെ അവിടെ പച്ച ഉണ്ടിട്ട് ഇഷ്ടം പോലെ. ഈ ചോപ്പ് അധികമില്ല. അപ്പോൾ ഒരു തണ്ട് ഞാൻ കൊണ്ടുവച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഒരു കടയിൽ നിന്ന് വരുമ്പോഴേക്ക് ഒരു വീട്ടിൻ്റെ ഉമ്മർത്തിൻ്റെ ഇത് വലിച്ചിട്ട് പോകണം. അപ്പോൾ അത് വാരി കൊണ്ടുവന്നതാ. നല്ല ഭംഗിയാട്ടോ അവരുടെ അവിടെ നിൽക്കണ കാണാൻ. നിറയെ ചുമന്ന പൂണ്ടായിട്ട് എന്തൊരു ഭംഗി നിൽക്കണ കാണാൻ എന്നാ. ഇലയായാലും നല്ല ഭംഗിയാ. ചെറിയൊരു ചെടി ആയാലും അത് നല്ല ഭംഗിയിൽ നിൽക്കണ കാണാൻ നമുക്ക് നല്ല ഇഷ്ടല്ലേ. അപ്പോഴേ തൊട്ടാ പോരും അതിട്ട് അതേപോലെ നിൽക്കണ്. അപ്പൊ അത് മാറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് വെക്കാനാണ് നമ്മളുടെ ശ്രമമാണത്.
ഇനിയിപ്പോൾ അത് എന്തോരം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനും കൂടി ഒരു സൈഡിൽ കയറട്ടെ കേട്ടാ. ഇത്തിരി കൂടി പോരണ്ടേ? ഇങ്ങനെ ഇരിക്കുള്ളത് ബലം ഇങ്ങനെ ഇരിക്കില്ലേ? മറ്റേട്ടാ എടുക്കട്ടെ. ഇത്തിരി കൂടി പോരണ്ടല്ലേ? നോക്കി നോക്കിയേ. എന്താ ഏതാ കണ്ടത്? പിന്നെ പൊടിച്ചാങ്ങോട്ട് പൊടിക്കും കണ്ട അതുപോലെ ഇട്ടിരിക്കുന്നു. ഞാനേ ലാഡർ ആ മറ്റേതുണ്ട് അതെടുത്തിട്ട് വരട്ടെ അവരോടൊന്ന്. എന്താ ബൾബുമ്പോൾ ഉണ്ടാ എന്താ അതേപോലെ ഇട്ടിരിക്കുന്നു. അത്രയ്ക്കും അവശതയായി. അത് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നോട്ടെന്നാ. അത് ഊരി പോരും അവിടെ നിന്ന്. മറ്റേൻ്റെ തലപ്പൊടിക്കണ്ട കേട്ടാ. അതിലൊരു ആണി വെച്ച് അടിച്ചു കൊടുക്കാം അല്ലേ? അതിനോട് യോജിച്ചൊരു ആണി വെച്ച് അടിച്ചു കൊടുക്കാം. ആണി വെച്ച് അടിച്ചു കൊടുക്കാം അവിടെ. അതൊരു ആശാരിനെ വിളിച്ച് മാറ്റാനൊക്കെ നിന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് കാരണമാണ് കേട്ടോ നമ്മൾ തന്നെ ചെയ്യണത്. ആൾക്കാർ വന്നിട്ട് വേണ്ടേ? അപ്പൊ വീട്ടിലൂടെ ആകാലം കൊലക്കെ ആയിട്ടാ എല്ലാം പൊളിച്ചിട്ടിട്ടൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി ഇവിടെയൊക്കെ വെടുപ്പാക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.